ഹായ് ഫ്രണ്ട്സ്, യു എയിൽ ബിസിനസ് തുടങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക്. യു എയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ ഇപ്പോൾ അവിടെ ഒരു ജോലി ചെയ്യുകയാണ്. നാട്ടിൽ ഒരുപാട് ബിസിനസ് നടത്തി പൊട്ടി യു എയിലേക്ക് കയറി വന്നതാണ്. നാട്ടിൽ ചെയ്ത ബിസിനസ്സുകളൊക്കെ ഞാൻ അയാളുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ ഒക്കെ ലോൺ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങി. പറമ്പിൻ്റെ വീടിന് പണയം വെച്ചിട്ടും സ്വർണം പണയം വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് പല ബിസിനസ്സും ചെയ്തത്. ഇപ്പോൾ പണി ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ബിസിനസ്സിലേക്ക് ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നും കാണാതെ ഞാൻ കച്ചവടം ചെയ്യാന്നുള്ളൊരു കോലത്തിലേക്ക് ഇറങ്ങരുത്. ബിസിനസ്സിൽ ഒരുപാട് കാശ് നിലവിലുള്ള ആൾക്കാണെങ്കിൽ അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ ബിസിനസ്സിൽ നിന്ന് പിടിച്ച് നിൽക്കാനും അതിൽ നിന്ന് അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും. ഒരു കാര്യമില്ല, വെറും ശമ്പളത്തിന് നിൽക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് ഞാൻ സ്വന്തം ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആരുടെ നിന്ന് ഇവിടുന്നെല്ലാം കടം മേടിച്ചിട്ട് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ സംഗതി വളരെ ബേജാറായിരിക്കും. ഇന്നലെ കണ്ട അയാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ബ്ലഡിൽ ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ജോലിയും കളഞ്ഞിട്ട് ബിസിനസ്സിന് ഇറങ്ങാൻ പോവുകയാണ് കടം മേടിച്ച്. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% ബിസിനസ് വിജയിക്കണമെങ്കിൽ സ്കില്ലുള്ള ബിസിനസ് 100% വിജയിക്കും. നമ്മളിപ്പോൾ ഒരു കാർപ്പൻ്ററാണോ, ഒറിജിനൽ ഒരു 100% പെർഫെക്റ്റ് ആ ഒരു കാർപ്പൻ്ററാണെങ്കിൽ അയാൾക്ക് ആ ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്ലംബറാണോ, അയാൾക്കൊരു ബിസിനസ് പ്ലംബിങ് ഇലക്ട്രിക്കിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയാൽ വിജയിപ്പിക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ ഒരാൾ ഒരു AC മെക്കാനിക്കാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. ഒരു സ്കില്ല് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് നല്ല സ്കില്ല് വേണം. കസ്റ്റമർ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി വെച്ച് അവിടത്തേക്ക് നമ്മളെ കസ്റ്റമർ വരില്ല. ഒരിക്കലും 100% അവിടെ ഒരു കസ്റ്റമർ വരുമെന്ന് വിചാരിച്ച് നമ്മളൊരു ഷോപ്പ് പോയി തുടങ്ങാറ്. അങ്ങനെ ഷോപ്പ് തുടങ്ങാൻ പറ്റിയ ആൾക്കാരായിരുന്നു അത് നല്ല ഒരുപാട് പൈസയുള്ള ആൾക്കാർ. ശമ്പളത്തിന് വേണ്ടി എടുക്കുന്ന ആൾ പോയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ഷോപ്പിൽ കസ്റ്റമർ വന്നിട്ടില്ലെങ്കിലും എനിക്ക് കസ്റ്റമർക്ക് അങ്ങോട്ട് എത്തിപ്പിക്കാൻ കസ്റ്റമർക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും എന്ന് 100% ഉണ്ടെങ്കിൽ, അതായത് ഓൺലൈനിൽ ചെയ്തിട്ട് എന്നെ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്, അതിനുള്ള എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, അതിനുള്ള ഒരു ജെന്യൂനായ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ 100% വിജയിക്കും. ഇതൊരു പ്രൊഡക്റ്റും കയ്യിലുള്ള മാർക്കറ്റിലെ എടുത്തിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാധ്യത കുറവാണ് വിജയിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ബിസിനസ് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഭാര്യയോ അല്ലെ നിങ്ങളെ ഭർത്താവോ ആളെയോ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഓലിക്ക് അയച്ചു കൊടുത്തേക്കിത്. ഓക്കെ, ബൈ.